ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. കഴിഞ്ഞ തവണത്തെ നമ്മുടെ വിചാരം അഭോഷൻ എന്ന് വിളികേട്ട ധനികനുമായി ബന്ധപ്പെട്ടായിരുന്നു. സമ്പത്തുമായിട്ട് ഓരോ മനുഷ്യനും രൂപപ്പെടുത്തേണ്ട ഒരു നിലപാടിനെക്കുറിച്ച്, സമ്പത്തിനോട് പുലർത്തേണ്ട താല്പര്യത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ചു കണ്ടിരുന്നു. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നായിരുന്നു നമ്മൾ ആ സംഭവത്തെ കണ്ടെത്തിയത്. അതേ അധ്യായത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്ന 22 മുതലുള്ള വേദഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഈ ആകാംക്ഷ, ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു വലിയ രോഗം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. ഉത്കണ്ഠ, ആൻസൈറ്റി, ന്യൂറോസിസ് എന്നൊക്കെയാണ് പറയും. ഈ ഉത്കണ്ഠ രോഗവുമായി ബന്ധപ്പെട്ട് യേശു തമ്പുരാൻ നൽകുന്ന കുറച്ചധികം നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ ഉണ്ട്. ഒന്ന് വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആകുലരാകുന്ന ആ നേരത്തും കാലത്തും അത്തരം ആളുകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഔഷധവും കൂടിയാണ്. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു വിദ്യാർത്ഥി മുതൽ ഒരു സർജറിക്ക് തയ്യാറാകുന്ന രോഗികൾ വരെ അനുഭവിക്കുന്ന അതിഭയങ്കരമായ, പറഞ്ഞറിയിക്കാനാവാത്തത്ര വലിയൊരു ഉത്കണ്ഠയുടെ, ആകുലതയുടെ അവസ്ഥയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് എന്നാണ് മരിക്കുക. ഒരു മരണഭവനത്തിൽ പോയി ഒരു മൃതശരീരം കണ്ട് അന്ത്യോപചാരം അർച്ച് പുറത്തിറങ്ങുന്ന ആൾ പിന്നീട് എന്തുകൊണ്ടാണ് വല്ലാതെ നിശബ്ദനായി പോകുന്നത്? ഏകദേശം എൻ്റെ പ്രായം തന്നെയാണല്ലോ, ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരും വന്നവരുമാണല്ലോ, അപ്പോൾ വലിയ താമസം കൂടാതെ മരണത്തിൻ്റെ ദൂതൻ എന്നെ തേടി എത്തും. അതോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ രുചികളും കെട്ടുപോകുക. ആഹാരം വേണ്ട, സംസാരമില്ല, ഒന്നുമില്ലാതായി മാറുന്നു. അപ്പോൾ ജീവിതത്തിലെ ഇത്തരം ഉത്കണ്ഠയെക്കുറിച്ച് കുറച്ചും കൂടി നമ്മളെ ബോധവാന്മാരാക്കുകയും ഉത്കണ്ഠ എന്ന അപകടത്തിൽ നിന്ന് യേശുദമ്പരൻ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങളിനി ആകുലപ്പെടേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. തുടർന്ന് ആ വേദഭാഗം വായിക്കുന്നതല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതലുള്ള ഭാഗമാണ് വായിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്തേണ്ട ഒന്നുകളുടെ വിചാരങ്ങളിൽ ഇതാണ്. ആദ്യത്തേത്, ഭക്ഷണം, വസ്ത്രം എന്നിവയേക്കാൾ എന്തുമാത്രം വിലപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവൻ. വസ്ത്രവും ഭക്ഷണവും വിലപ്പെട്ടതല്ല, വേണ്ടതേ അല്ലെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഇവയ്ക്ക് ഉപരിയാണ് മനുഷ്യൻ്റെ ജീവൻ. അപ്പോൾ ആ ജീവനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് സർവശക്തന ദൈവമാണെന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഒരു പരിധിക്കപ്പുറത്ത് ആകുലപ്പെടില്ല, വ്യാകുലപ്പെടില്ല. അത് കണ്ടെത്താനും സ്വന്തമാക്കാനുമായിട്ട് തെറ്റായ വഴികളിലൂടെ പോലും പോകാനായിട്ട് ഇന്ന് ആളുകൾ തയ്യാറാവുമ്പോൾ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു മെസ്സേജ് എന്ന് പറഞ്ഞതാണ്, ഏറ്റത്തിനും അപ്പുറത്ത് ഉപരിയായുള്ളത് അവനവൻ്റെ ആയുസ്സും ആരോഗ്യവും ജീവനും ഒക്കെയാണ്. ഇത് തമ്പുരാൻ്റെ കൈകളിലാണെന്നുള്ള ധാരണ ഇന്നേ വരെ ആയിരുന്നു. സ്വന്തം അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാൾ വരെ, ഈ നിമിഷം വരെ ആയുസ്സോടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എങ്കിൽ എൻ്റെ അർത്ഥം തമ്പുരാൻ്റെ കൈകളിലാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ വസ്ത്രത്തെക്കാളും ഭക്ഷണത്തെക്കാളും ജീവൻ കുറേ കൂടി വലുതാണെന്നും അത് തമ്പുരാൻ്റെ സംരക്ഷണയിലാണെന്ന് ബോധ്യമുള്ള ആളുകൾക്ക് ഈ വസ്ത്രത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും അല്ല, ആ മാതിരിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പിന്നീട് അമിതമായൊരു വ്യാകുലത വരാൻ പാടില്ല, വരത്തില്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതനായ മനുഷ്യൻ ഒരു ആനപ്പാപ്പാനെ കണ്ടപ്പോൾ, ആനയെ നോക്കുന്ന, ആനയെ പരിചരിക്കുന്ന ആളെ കണ്ടപ്പോൾ ചോദിച്ചു, ആനപ്പാപ്പ, നീ എന്തൊരു വിഡ്ഢിയായ മനുഷ്യനാണ്, നിൻ്റെ അപ്പനെയും നിൻ്റെ വെല്ലിപ്പിനെയൊക്കെ ആന ചവിട്ടിക്കൊന്നതാണ്, എന്നിട്ടും നീ ഇങ്ങനെ മണ്ടനായിട്ട് ഇപ്പോഴും ആനയെ പരിപാലിച്ച് ഒരു ആനപ്പാപ്പാനായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? കുറച്ച് നേരത്തെ ഒരു ചിന്തയ്ക്ക് ശേഷം ഈ വിഡ്ഢിയായ ആനപ്പാപ്പാൻ പണ്ഡിതനായ മനുഷ്യനോട് ചോദിച്ചു, സാറിൻ്റെ അപ്പനും വെല്ലിപ്പിനും ഒക്കെ സുഖമായിട്ടും സ്വസ്ഥമായിട്ടും കട്ടിലിൽ കിടന്ന് മാന്യമായിട്ട് മരിച്ചെന്നല്ലേ സാറും പറഞ്ഞത്? എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് പിന്നെ സാറും ഈ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നത്? എപ്പോഴും മരിക്കത്തില്ലേ ഇതേ കട്ടിലേക്ക് കിടന്ന്? അപ്പോൾ ഇത്രയുള്ള കാര്യം, ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവനെക്കുറിച്ചും ധ്യാനിപ്പാനായിട്ട്, ആയുസ്സിനെക്കുറിച്ചും ധ്യാനിപ്പാനായിട്ട് തയ്യാറാവുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിലെ കുറേയധികം തിടുക്കങ്ങളൊക്കെ, വ്യഗ്രതകളൊക്കെ നമുക്കൊന്ന് ഒതുക്കാനും ഒഴിവാക്കാനും പറ്റും.
കുറേ കൂടി ഒരു സ്വസ്ഥതയോ സാവകാശതയോ ഒക്കെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. രണ്ടാമത് നമ്മൾ ഈ ഒരു പരിപാലനയുടെ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ വസ്ത്രത്തെക്കാളും ആഹാരത്തെക്കാളും അപ്പുറത്ത് ജീവന് പ്രാധാന്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ദൈവം പരിപാലിക്കുന്നുണ്ട്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അവ കളപ്പുരയെ ശേഖരിക്കുന്നില്ല, എന്നാൽ അവ തൃപ്തതയോടെ ജീവിക്കുന്നു. എന്തൊരു വലിയ ഉദാഹരണം യേശു പ്രകൃതിയെ നോക്കി പറയുന്നതെന്നറിയോ? മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരവും ഇതിനകത്തുണ്ട്. മനുഷ്യരൊക്കെ ഇങ്ങനെ സമ്പാദിക്കാനും സമ്പാദിച്ചത് കളപ്പുരകൾ ശേഖരിക്കാനുമുള്ള നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ മുന്നമേ ചിന്തിച്ചതാണ് ഭോഷന ധനികനെക്കുറിച്ച്. അയാൾ ഭോഷൻ എന്നൊന്നും അയാളെക്കുറിച്ച് പറയാൻ പറ്റില്ല, മറിച്ച് അയാൾ നല്ല പ്ലാനിങ് ഉള്ള മനുഷ്യനാണ്, നല്ല ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണത്തെ എൻ്റെ വിളവെടുപ്പിൻ്റെ കാലമാകുമ്പോൾ എൻ്റെ ആദായം വല്ലാതെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് ദീർഘവീക്ഷണമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ടാണ് കളപ്പുരകളും സംഭരണശാലകളും കുറേയും കൂടി വിപുലപ്പെടുത്തി നിർമ്മിച്ചു വെക്കാനായിട്ട് മുൻകൂട്ടി തയ്യാറാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും ദൈവം പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ജീവൻ്റെ മകുടമായ മനുഷ്യന് കുറേ കൂടി ആ പരിഗണന ലഭിക്കും, ഒരു സംശയമില്ല. കുറേ കൂടി ആ പരിഗണന ലഭിക്കും. പ്രപഞ്ചത്തിലെ സകല പുല്ലിനെയും പുഴുവിനെയും ദൈവം സംരക്ഷിക്കുന്നുവെങ്കിൽ മനുഷ്യന് കുറേ കൂടി പരിഗണന ദൈവത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഭൂമിയിലേക്ക് പിറക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മാധ്യമം മനുഷ്യനാണ്. മനുഷ്യൻ മാത്രം ആയിരുന്നില്ല ഭൂമിയിലുള്ളത്. നോഹിൻ്റെ കാലം മുതൽ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഈ രണ്ടെണ്ണത്തിനെ വീതം പെട്ടകത്തിൽ കയറ്റി സംരക്ഷിച്ചു എന്നൊക്കെ പ്രളയകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി മാത്രം ആയിരുന്നില്ലല്ലോ ഉള്ളത്. അപ്പോൾ ഭൂമിയിലേക്ക് ദൈവം അവതരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ മനുഷ്യനായിട്ട് വന്നു എന്നുള്ളത് തന്നെ മനുഷ്യന് കിട്ടാവുന്ന ലഭിച്ച ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ദൈവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യക മറിയാമിനെ നമ്മൾ എന്തുമാത്രം പുകഴ്ത്തുകയും വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത്. ദൈവം തിരഞ്ഞെടുത്ത, തനിക്ക് ജനിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ശരീരമാണ് അമ്മ എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പറഞ്ഞു വരിക, മനുഷ്യന് കുറേയും കൂടി ഒരു ബഹുമാന്യത ഉണ്ടെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിപാലനയിൽ നമുക്കൊരു വിശ്വാസം കുറേ കൂടി ഉണ്ടായേ മതിയോ. മൂന്നാമത് നമ്മൾ ഈ ഒരു പരിപാലനയുടെ വേദഭാഗം വായിച്ചു വരുമ്പോൾ ആകുലപ്പെടുന്നത് കൊണ്ട്, നമ്മുടെ ഉത്കണ്ഠ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അമിതമായ ഉത്കണ്ഠ കൊണ്ട് നമുക്ക് നാശവും നഷ്ടവും വരുന്നു എന്നല്ലാതെ അത് ഗുണകരമായിട്ട് മാറുന്നില്ല. ഇപ്പോൾ ശലോമോൻ രാജാവിനെ കുറിച്ച് ഇവിടെ തന്നെ യേശു തമ്പുരാൻ പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളൊന്ന് വായിക്കണം, 22 മുതലുള്ള ഭാഗങ്ങൾ. ഇങ്ങനെയാണ്, ഭൂമിയിലേക്ക് ഏറ്റവും ശക്തനും സുന്ദരനുമായ രാജാവായിരുന്നു ശലോമോൻ. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ വളർന്ന ലില്ലി ചെടി അവനേക്കാൾ കുറേ കൂടി മഹത്വമുണ്ട്, സുഗന്ധമുണ്ട്, സൗന്ദര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം തോന്നും. വീണ്ടും പറയുന്നു, പുല്ലിൻ്റെ നിസാരത പോലും കണക്കിലെടുക്കുമ്പോൾ ശലോമോൻ ഒന്നുമല്ല. അപ്പോൾ രാവിലെ വിരിഞ്ഞു വന്ന് വൈകുന്നേരം തളർന്ന് വാടി വീഴുന്ന പൂക്കൾക്ക് പോലും അതിലും വലിയ സൗരഭ്യമോ എന്തൊക്കെയോ പ്രത്യേകതയോ മഹത്വമോ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനയെ നമ്മളൊന്ന് അറിയുവാൻ, അംഗീകരിക്കുവാനായിട്ടും സ്വീകരിക്കുവാനായിട്ടും നമുക്ക് പറ്റേണ്ടതാണ്. അപ്പോൾ സങ്കീർത്തനം 127 ആദ്യ ഭാഗത്ത് പറയുന്നില്ല, യഹോവ വീട് പണിയാതിരുന്നാൽ പണിക്കാർ വ്യർത്ഥ അധ്വാനിക്കുന്നു. അത്രയേ ഉള്ളൂ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ്റെ ജാഗ്രത വെറുതെയാവുന്നു. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ നിന്ന് ലഭിക്കേണ്ട ചില സംരക്ഷണകളെ മനുഷ്യൻ തന്നെത്താൻ കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനനുസരിച്ച് കൂടുതൽ ആകുലതയിലേക്ക്, അസ്വസ്ഥതയിലേക്കൊക്കെ പോവുകയാണ്. ശക്തനായ ഒരു എതിരാളിയായിരുന്നു ഗോലിയാത്ത് ദാവീദിനെ സംബന്ധിച്ച്. ദാവീദ് ഒരു പോരാളിയായിരുന്നില്ല, ഇടയനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഇടയനെന്ന നിലയിൽ ദാവീദിന് ഒട്ടും പറ്റുന്ന പണിയായിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു യുദ്ധ മുന്നണിയിലെ മുമ്പിലേക്ക് വന്നു നിൽക്കാനായിട്ട്. എന്നിട്ടും ദൈവത്തിലുള്ള പരമമായ ഒരു ആശ്രയ ബോധം കൊണ്ട് ദാവീദ് പതിയെ ഗോലിയാത്തിനെ നേരിടുകയും അതിൽ വിജയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്വന്തം ശക്തിയിൽ, സ്വന്തം മഹത്വത്തിലൊക്കെ അഭയപ്പെട്ട ഫറവോൻ്റെ സൈന്യത്തിനും കുതിരകൾക്കുമൊക്കെ എന്താ സംഭവിച്ചത്? ചെങ്കടൽ കുറുകെ കിടക്കുന്ന അവസരത്തിൽ വെള്ളത്തിൽപ്പെട്ട് മുങ്ങിച്ചാകാനായിട്ട് ഇടയായി. അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ പരിപാലനയെ നമ്മൾ കുറേ കൂടി അനുഭവിപ്പാനായിട്ട്, ജീവിതത്തിൽ അനുഭവിച്ചതിനെ ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റണം. തമ്പുരാൻ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല. എന്നെ കൂടാതെ
നിങ്ങൾക്ക് യാതൊന്നും സാധ്യമല്ല. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം എങ്ങനെ ഫലം പുറപ്പെടുവിക്കാം, എങ്ങനെയാണ് ഒരു വൃക്ഷം ഫലം പുറപ്പെടുവിക്കുന്നത്? തായ്തണ്ടിനോട് ശാഖകൾ കൂട്ടുചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. ആ ഒരു ബന്ധം അറ്റുപോയാൽ പിന്നെ എത്ര കാലം നാളും നമുക്ക് പിടിച്ചു നിൽക്കാനും ജീവിക്കാനും പറ്റും? ഒരുപക്ഷെ കുറച്ച് നാളൊക്കെ. അത് നമ്മുടെ കഴിവോ ദൈവത്തിൻ്റെ കഴിവ് കുറവോ അല്ല. ഒരു മാറ്റവും മാനസാന്തരവും ഒക്കെ നമ്മൾ വരും. ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകും. ഒരു തിരിഞ്ഞുനോട്ടം തിരിച്ചു വരവും ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ ദൈവം കാത്തിരിക്കുന്ന ഒരു ചെറിയ കാലമായിട്ട് അതിനെ എടുത്താൽ പോരെ. 3 വർഷമായിട്ട് ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിലെ ഈ അത്തിമരത്തിന് വളവിടുന്നു എന്നാണ് കൃഷിക്കാരൻ പറഞ്ഞത്. എന്നിട്ടും വിളവ് കിട്ടുന്നില്ല. എന്തായാലും യജമാനൻ പറഞ്ഞ് വെട്ടിക്കളയുക. അപ്പോൾ 1 വർഷം കൂടെ കിളച്ച് വെള്ളവും വളവും തരാം, ഫലം തന്നേക്കാം. അങ്ങനെ വീണ്ടും ഒരു വർഷം കൂടെയുള്ള ആ ഉടയവൻ്റെയും ഉടമസ്ഥൻ്റെയും വേലക്കാരുടെയും കാത്തിരിപ്പിനെ നമ്മൾ അവരുടെ ജീവിതത്തിലെ ഒരു അതിനെ നമ്മൾ ചൂഷണം ചെയ്യുന്നത് ശരിയാണ്, കുറ്റം പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാവാം ഇപ്പോഴും നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ തമ്പുരാൻ്റെ ഈ കാലം വരെ ഓരോരുത്തർക്കും തന്ന പരിപാലനയൊന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റേണ്ടതാണ്. എന്താണ് സത്യത്തിൽ ഈ പരിപാലന തിരിച്ചറിയുവാനോ ഈ പരിപാലന അനുഭവിക്കുവാനുള്ള തടസ്സങ്ങൾ? ഇതേ അധ്യായം അതിൻ്റെ 29 തുടർന്ന് വരുന്ന വേദഭാഗം വായിച്ചാൽ നമുക്ക് പിടികിട്ടും. 12-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം. ഒരു 4 കാര്യങ്ങൾ നമ്മളൊന്ന് വേഗം ഓർത്തെടുത്താൽ അല്പവിശ്വാസികൾ ആകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അല്പവിശ്വാസികളാകുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിയില്ലെങ്കിൽ അവതാളത്തിലാകുമെന്നൊരു തോന്നലിലാണ് ഒട്ടുമിക്ക മനുഷ്യരും ജീവിക്കുകയും ചലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എൻ്റെ കണ്ണും കാതും കൈയും എത്തിയില്ല എങ്കിൽ ഒന്നും ശരിയാകില്ല എന്ന് ശഠിക്കുന്ന മനുഷ്യരുമുണ്ട്. എല്ലാത്തിലും എൻ്റെ ഒരു ഒപ്പ് വേണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് ഒരു വലിയ ഭാരമുള്ളൊരു പെട്ടി കൊണ്ട് ബസ്സിൽ കയറിയ വെല്ലുമ്മച്ചി തലേന്ന് പെട്ടി ഇറക്കാൻ തയ്യാറാവത്തില്ല. പെട്ടി ഞാൻ ചുമന്നില്ലെങ്കിൽ പിന്നെ ഇതാര് ചുമക്കുമെന്നാണ് വെല്ലുമ്മച്ചിയുടെ ചോദ്യം. ബസ്സിലായാലും ശരി, വള്ളത്തേലായാലും ശരി, ഇതൊന്നും വെല്ലുമ്മച്ചിക്ക് ബാധകമല്ല. എന്തായാലും വഴിയിലെ വലിയ കുഴി മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ നന്നായിട്ടൊന്ന് ബ്രേക്ക് ഇട്ടതേ ഉള്ളൂ. പെട്ടി പെടയും താഴെ പോയി മാത്രമല്ല, പെടലി ഉളുക്കി പരിക്കിലാകുകയും ചെയ്തു വെല്ലുമ്മ. അപ്പോൾ പറഞ്ഞു വരുന്നത്, തമ്പുരാൻ്റെ പരിപാലനയുടെ ആ കരത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ദേഹത്തു നിന്നും മനസ്സിൽ നിന്നും ശിരസിൽ നിന്നും ഒക്കെ ഇറക്കി വെക്കുന്നത് നല്ലതല്ലേ? എന്തുമാത്രം ഭാരങ്ങളിൽ ഓരോരുത്തരും ജീവിക്കുക. ഭയങ്കര വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വളരുകയും വർദ്ധിക്കുകയും ചെയ്യും തോറും നമ്മൾ കുറേയും കൂടി ഭാരമില്ലാത്തവരായിട്ട് മാറേണ്ടവർ. പക്ഷി തൂവൽ കണക്കൊക്കെ നമ്മളൊന്ന് രൂപാന്തരപ്പെടേണ്ടതാണ്. ഭാരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിറയെ ഭാരങ്ങളുണ്ട്. ജീവിതം നിറയെ സംഘർഷങ്ങളും സങ്കടങ്ങളുമുണ്ട്, വേദനകളും രോഗങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ആ വലിയ വൈദ്യൻ്റെ സന്നിധിയിലാണെന്നുള്ള ധാരണയുണ്ടെങ്കിൽ നമ്മളെ പരിഗണിക്കുകയും പരിശോധിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമെന്നൊരു വിശ്വാസം നമ്മളിലൊന്ന് കുറേ കൂടി ബലപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, ഈ ലോകത്തിലെ ചിന്ത വെടിഞ്ഞ് ദൈവത്തിൻ്റെ മകനാണ് ഞാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നേ മതിയാവും. ദൈവത്തിൻ്റെ മകനും മകളുമാകാനായിട്ടുള്ള ക്ഷണം കിട്ടിയവരെ വിശുദ്ധ മാമോദീസ എന്ന് പറയുന്ന വലിയ കൂദാശയിലൂടെ തമ്പുരാൻ്റെ മകളും മകനുമായി സഭയുടെ അംഗമായ ഓരോരുത്തരും അത്തരമൊരു വിശ്വാസത്തെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ടതെന്നറിയോ? എന്തെങ്കിലും പരിക്കിൽപ്പെട്ട് നമ്മൾ ഉലഞ്ഞു പോകുന്ന നേരത്ത് ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ്, ദൈവത്തിൻ്റെ ഒരു മകളാണെന്നുള്ള ഒരു ധാരണ കുറേയും കൂടി നമ്മുടെ ഉള്ളിൽ ബലപ്പെടണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ സാംസണാണ്, പഴയ നിയമത്തിലെ നമ്മുടെ ശിംശോനാണ്. ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 10,000-ഓളം ഫെലിസ്തരെ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്ത വലിയൊരു പോരാളിയാണ് ശിംശോൻ. എന്നിട്ടും അത്ര ശക്തനായ ആ മനുഷ്യന് സ്വന്തം ജഡമോഹങ്ങളെ ജയിക്കുവാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങേണ്ട ഗതികേടിലേക്ക് അതൊരു ഗതികേടെന്നല്ല, തൻ്റെ ശക്തിയുടെ രഹസ്യം മറ്റാരോടും പറയരുതെന്നുള്ള ദൈവത്തിൻ്റെ കർശനമായ ഓർമ്മപ്പെടുത്തലുണ്ടായിട്ട് പോലും ആ സ്ത്രീയുടെ പ്രലോഭനത്തിൽ പെട്ടുപോയിട്ട് തൻ്റെ രഹസ്യം പറയുക, ഈ മുടിയാണ്, നാസിർ വ്രതമാണ്, മുടി മുറിക്കാത്തതാണ് എൻ്റെ ശക്തി. ആ ഒരു കിടപ്പിൽ അയാൾ ഉറങ്ങിപ്പോവുകയും അവൾ ബുദ്ധിപൂർവ്വം അവൻ്റെ മുടി മുറിച്ച് കളയും ചെയ്തതോടുകൂടി ആർക്കും തോൽപ്പിക്കാവുന്ന ഒരാൾ, ഒരു കഴുതയുടെ ഒരു താടിയലിൻ്റെ കഷ്ണം കൊണ്ട് 10,000-ഓളം ഫിലിസ്തരെ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്ത ശക്തനായ പോരാളിയുടെ ജീവിതത്തിലെ ഒരു തരത്തിലുള്ള വീഴ്ച എത്തിച്ച വലിയ ദുരന്തവും കൂടിയാണ് ഓർമ്മപ്പെടുത്തിയത്.
അപ്പോൾ ദൈവത്തിൻ്റെ മകളും മകനുമാണെന്നുള്ള ധാരണ വിട്ട് നമ്മൾ ഏതെല്ലാം മേഖലകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മ നമുക്കുണ്ടോ? അപ്പൻ എന്ന നിലയിൽ ദൈവം ആണ് കൂടെ ഉള്ളതെന്നുള്ള ധാരണയുണ്ടെങ്കിൽ കുറേ കൂടെ ദൈവത്തിന് നിരക്കുന്ന വഴികളിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. നമ്മുടെ വഴികളിലും ജീവിതത്തിലും വന്ന വീഴ്ചകളെ ഓർത്ത് നമുക്കൊരു പശ്ചാത്താപവും സങ്കടവും ഉണ്ടാവുള്ളൂ. അത് നമ്മളെ ഒരു വിശുദ്ധ കുമ്പസാരത്തിലേക്ക് എത്തിക്കുവാനും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ പുതിയ ജീവൻ പ്രാപിപ്പാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭൂരിപക്ഷം മനുഷ്യരും ഈ ആത്മീയ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുവെങ്കിലും അത് കുറച്ച് പേര് മാത്രം വിശുദ്ധ കുമ്പസാരത്തെയും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാന അനുഭവത്തെയൊക്കെ വളരെ പ്രാധാന്യത്തോടെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരു ഭൂരിപക്ഷം ഈ ഒഴുക്കിപ്പെട്ട് അങ്ങ് പോകുന്നു എന്നല്ലാതെ ഇത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ തൊടുന്നോ അതിനെ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. മൂന്നാമത്, എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവരാജ്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഈ പരിപാലന ലഭിക്കുകയുള്ളൂ. മൂന്നാമത്, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന ആളുകളായിട്ട് മാറണം. നമ്മൾ കണ്ടു, ഒന്ന്, ഈ ഭൂമിയിലെ അല്പവിശ്വാസികൾ എന്ന അപകടാവസ്ഥയിൽ നിന്ന് ഒരു പരിപൂർണ വിശ്വാസത്തിലേക്ക് നമ്മൾ മാറിയേ മതിയാവും. കാരണം അത്തരം ആ കടുകുമണിയോളമൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞ് അതൊരു വിശ്വാസത്തിൻ്റെ തീവ്രത, അങ്ങേയറ്റം പരിപൂർണത കൂടിയാണ് കടുകുമണി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്പവിശ്വാസികളാകാതെ പരിപൂർണ വിശ്വാസിയാകാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഒന്നാമത്. രണ്ടാമത്, ഈ ലോകത്തിൻ്റെ ചിന്ത നമ്മൾ വെടിഞ്ഞ് ഈ ലോകത്തിൻ്റെതാണെന്നുള്ള ധാരണ വിട്ട് മറ്റൊരു ലോകത്തിലെ ആളാണ് നമ്മൾ. ദൈവത്തിൻ്റെ മകളോ മകനോ ആ ഒരു ധാരണയിൽ കാര്യങ്ങളെ കാണുവാനും കൈകാര്യം ചെയ്യുവാനും പറ്റണം. പിന്നെ എല്ലാറ്റിനുപരി ദൈവരാജ്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ തമ്പുരാൻ്റെ ഈ പ്രത്യേക പരിപാലനയ്ക്ക് അർഹതയും അവകാശം ഉണ്ടാകുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. ബാക്കി 31 വരുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഒരു ദിവസം ഒരുപാട് തവണ ചൊല്ലുന്നതാണ്. എന്താണ് നിൻ്റെ രാജ്യം വരേണ്ടത്? നിൻ്റെ രാജ്യത്തിലേക്ക് എന്നെ എത്തിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുക, നിൻ്റെ രാജ്യം വരണമേ. അപ്പോൾ തമ്പുരാൻ്റെ രാജ്യം വരണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗരാജ്യ സംസ്ഥാപനത്തിനുള്ള സാധ്യതയാണ് അവിടെ ഓർമ്മപ്പെടുത്തുക. നമ്മളായിരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ രാജ്യമായിട്ട് മാറും. ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ നീതിബോധത്തിന്, സ്നേഹത്തിന് അധിഷ്ഠിതമായ ഒരു ഭരണം നടക്കുന്ന ഇടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവുമൊക്കെ നിലനിൽക്കുന്ന ഇടമൊക്കെ ദൈവരാജ്യ സമങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും തങ്ങളായിരിക്കുന്ന ഇടത്തെ തമ്പുരാൻ്റെ നീതി കൊണ്ടും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടുമൊക്കെ നിറയ്ക്കാനായിട്ട് ബാധ്യതയുണ്ട്. ഒരു പരിശ്രമം ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ പാകപ്പെടുത്തുകയും പരിസരത്തെ ഒരുക്കുകയും ചെയ്യാനായിട്ട് ഒരു വലിയ ക്ഷണമുണ്ട്. കുറേയും കൂടി എളുപ്പത്തിൽ ചിന്തിച്ചാൽ, യേശു എന്ന് പറയുന്ന ആളുടെ ഹിതപ്രകാരം ജീവിതത്തെ പുനർക്രമീകരണം ചെയ്യുക. യേശുവിൻ്റെ ചില ഹിതങ്ങളുണ്ട്. അത് ആരായാനായിട്ട് ബുക്കുകളൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല, പുസ്തകങ്ങളും അന്വേഷിക്കേണ്ട കാര്യമില്ല. സുവിശേഷം മാത്രം ഒന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചാൽ മതി. സുവിശേഷത്തിനകത്ത് കൃത്യമായിട്ട് യേശു തൻ്റെ ഹിതങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ഹിതങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെ സ്വകാര്യ ജീവിതത്തെ ഒന്ന് പുനർക്രമീകരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമതിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് ചിന്ത വേണം. സ്വർഗമുണ്ടെന്ന ഒരു ധാരണ, സ്വർഗത്തിലുള്ള ഒരു നിക്ഷേപം, നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയമെന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനവും കൂടെ നമുക്ക് ചേർത്ത് നോക്കാം. അപ്പോൾ സ്വർഗത്തിലൊരു നിക്ഷേപം രൂപപ്പെടണം. ഈ ഒരു ഭൂമിയിലെ ജീവിതകാലം ചെറിയ കാലമാണെന്നും ഇത് കഴിയുമ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ ദൈവസന്നിധിയിലുള്ള ഒരു ജീവിതമുണ്ടെന്നുള്ള ഒരു വിശ്വാസവും അതിന്മേലുള്ളൊരു ആഹ്ലാദവും ഒരു സ്വപ്നമൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. കളപ്പുരകളൊക്കെ ഇത്തവണ നിറഞ്ഞു, പുതിയ സംഭരണശാലകളും നിറഞ്ഞു. തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക. ഈ ഒരു അധ്യായം ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആ ബുദ്ധിമാനായ മനുഷ്യൻ്റെ ഒരു ചിന്തയായിരുന്നു. ദൈവമായിരുന്നു അയാൾക്ക് മുകളിൽ നിന്ന് ബുദ്ധിമാനെന്നുള്ള നമ്മൾ കൊടുത്ത തലക്കെട്ട് മാറ്റിയിട്ട് ഭോഷനായ മനുഷ്യ എന്ന് വിളിച്ചത്. ഈ രാത്രി തീരും മുമ്പ് നിൻ്റെ ആത്മാവിനെ തിരികെ എടുത്താൽ നീ സമ്പാദിച്ചതൊക്കെ ആർക്കാവണം എന്നുള്ള നല്ല ചോദ്യം ചോദിച്ചത്. പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? ഇയാൾ മരിച്ചു. അതോടുകൂടി ഇയാളുടെ ഭൂമിയിലെ മുഴുവൻ സമ്പത്തുകളും സമ്പാദ്യങ്ങളും അവിടെ അവശേഷിക്കുകയും ഇയാൾ ദൈവസന്നിധിയിലേക്ക് പോവുകയും ചെയ്യുമോ? എന്താ സംഭവിക്കുക?
യേശു പറഞ്ഞ മറ്റൊരു ഉപമയും കൂടെ വേഗം ഒന്ന് ഓർത്താൽ നല്ലതാണ്. ധനവാന്റെയും ലാസറിൻ്റെയൊക്കെ ഉപമ. അവിടെ ധനവാൻ നരകത്തിൻ്റെ അതിവേദന അനുഭവിക്കുമ്പോഴും ആ വേദനയെക്കാളും ധനവാനെ ആരംഭ ഭാഗത്ത് അസ്വസ്ഥപ്പെടുത്തുന്നത്, എൻ്റെ വീടിൻ്റെ പടിക്കൽ വ്രണിതനായിട്ട് കിടന്ന, എന്നൊരു പിച്ചക്കാരനായിട്ട് കിടന്ന ആ ലാസറിൻ്റെ ഇപ്പോഴത്തെ ഉയർച്ചയും അവസ്ഥയും കണ്ടിട്ട് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. അതെങ്ങനെ സംഭവിച്ചു? അബ്രഹാം പിതാവിൻ്റെ മടിയിലൊരു വിശ്രമ സ്ഥലത്ത് സന്തോഷിക്കുന്ന ലാസറിനെ കാണുകയാണ്. അപ്പോൾ സ്വർഗരാജ്യമെന്നുള്ള ഒരു സ്വപ്നം ഓരോ മനുഷ്യനും ഉള്ളിൽ വേണ്ടതാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഓരോ മനുഷ്യരോടും പുലർത്തുന്ന അകലങ്ങൾ അവസാനം നമ്മളെ സ്വർഗരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന കാര്യമായിട്ട് മാറും. എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരോട് നമ്മൾ അകലം പുലർത്തിയ ആളാണെങ്കിൽ ഈ ചെറിയ ചെറിയ അകലങ്ങളെ കൂട്ടിക്കെട്ടി അവസാനം ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും നമ്മുടെ അവസാനത്തിൽ നമ്മളെ അകറ്റി നിർത്തും. അതുകൊണ്ട് ഭൂമി കുറേ കൂടി അടുപ്പത്തിൽ ജീവിപ്പാനായിട്ട് ഇതര മനുഷ്യരെ പ്രപഞ്ചത്തെയൊക്കെ കുറേ കൂടി കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുവാനായിട്ട് കാലാവസ്ഥയുടെ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ ഇക്കാലത്ത് ഉണ്ടാവുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മുഴുവൻ ദുരന്തങ്ങളും മലയാളികൾ ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ആളുകളും നല്ലവണ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. എന്താ കാരണം? പ്രകൃതിയെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ചതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്തതിൽ നിന്ന് ഒരു അംശം മാത്രം ഇപ്പം തിരിച്ചു കിട്ടുന്നു. കുറേ കൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കുമെന്ന് പഠനങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാനായിട്ട്, കരുതേണ്ടവയെ കരുതാനായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണം. തമ്പുരാൻ്റെ പരിപാലനയിൽ നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുകയും അർപ്പിക്കുകയും ചെയ്യുക നമ്മളെ തന്നെ അവിടെ. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ പകുതിക്ക് ശേഷമുള്ള ഈ ഭാഗം ഭൂമിയിലെ മുഴുവൻ ഉത്കണ്ഠ രോഗികളെയും സൗഖ്യപ്പെടുത്തട്ടെ. ഭൂമിയിലെ മുഴുവൻ ഉത്കണ്ഠകളെ അതിജീവിപ്പാനായിട്ട്, ആകുലതകളെയൊക്കെ അതിജീവിപ്പാനായിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുവിശേഷമായിട്ട് ഇതിനെ മനസ്സിലാക്കുക. അപ്പോഴാണ് മനുഷ്യജീവിതം ദൈവമെന്ന് പറയുന്ന ഒരു വലിയ കൃപയുടെ തണലിൽ എന്തുമാത്രം സ്വസ്ഥത കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. ഒരു കുടത്തിനകത്തെടുത്ത് വെച്ച വെള്ളത്തിനകത്തേക്ക് ചെറിയൊരു കുടമാണ്, അതിലും ചെറിയൊരു വായായിരിക്കുമല്ലോ അതിനകത്ത് പോലും ആകാശം പ്രതിബിംബിക്കുമ്പോൾ, ആകാശത്തെ കാണാൻ പറ്റുമ്പോൾ, ഇത്രയും വലിയൊരു ആകാശത്തിന് ഇത്ര ചെറിയൊരു കുടത്തിനകത്ത് വെള്ളത്തിനകത്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ പ്രപഞ്ചത്തേക്കാൾ വലുതായ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ അപ്പത്തിൻ്റെ കഷ്ണമായിട്ട് പ്രവേശിക്കാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടവും ഒരു പശ്ചാത്താപവും ഏറ്റുപറച്ചിലും ഒരു വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാന അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ യേശു എന്ന വലിയ പരിപാലന ഓരോരുത്തർക്കും തിരിച്ചറിയാൻ പറ്റും. സ്വന്തം അമ്മയുടെ ഉള്ളിലായിരുന്ന കാലം മുതൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും അത്തരം ഒരു പരിപാലനയുടെ തണലിലും കൈവെള്ളയിലുമായിരുന്നു ഓരോരുത്തരും തിരിച്ചറിയുമ്പോൾ നമുക്കും പറയാം ആമേൻ. Testimony